12 സെന്റിൽ ഈ 4500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ ഇദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനൊരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനിങ്ങനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ മുകളിലുള്ള ഈ നക്ഷത്രങ്ങൾ എങ്ങനെ വരയ്ക്കുന്നതാണ്? ഒരു സ്കൈ സീലിംഗ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. 5 ബെഡ്റൂം 4500 സ്ക്വയർ ഫീറ്റിൽ 12 സെന്റിൽ കൊടുത്തിരിക്കുന്ന ഒരു മനോഹരമായ വീടാണിത്. നമസ്കാരം, ഞാൻ വിഷ്ണു. ഞാൻ വീട് വിഷ്ണുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. അതിമനോഹരമായ 4500 സ്ക്വയർ ഫീറ്റിൽ ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് കൊണ്ട് നിറച്ച ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട് വിസിറ്റ് സീരീസിൽ ഒരു പുതിയ എപ്പിസോഡാണെന്ന്. ഈ വീടെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലത്ത് നമ്മളുടെ കളക്ട്രേറ്റിനോട് ചേർന്നിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ്. അദ്ദേഹത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. വീട് വിഷ്ണുജിയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് സാറിൻ്റെ പേര്? ദീപക് സോമരാജൻ. ഓക്കെ. ശരിക്കും ഈ വീടെന്ന് പറയുന്നത് ഒരു പ്രത്യേക പേരാണ്. അതായത് ഒരു ക്ലാസിക്കൽ ടച്ചുള്ള കണ്ടംപററി വീട്. അതെ അല്ലേ? അതെ, അങ്ങനെയാണ് ഇതിന് പറയാൻ പറ്റും. ഒരു ക്ലാസിക്കൽ ടച്ചുള്ള കണ്ടംപററി വീട്. 4500 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതെ. അപ്പം നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങൾ ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഈ ലാൻഡ്സ്കേപ്പ് പോർഷനിൽ തന്നെ തുടങ്ങാം. ഓക്കെ. ഈ വീടിന്റെ എത്ര സെന്റിലാണ് ഈ വീട്? ഇത് 12 സെന്റ്സ്, 12 സെന്റിലാണ്. 12 സെന്റിലാണ്. വളരെ റഷ് റോഡാണ്, ഭയങ്കര തിരക്കുള്ള സ്പേസ് ആണ്. റോഡൊക്കെ വളരെ ഇതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ 12 സെന്റിൽ ഈ 4500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ ഇദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ചലഞ്ചസ് ഡിസൈൻ ചെയ്യുമ്പം, വീട് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീടിനകത്തുള്ള സ്പേസ് പ്ലോട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാണ് യൂഷ്വലി സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പം പ്ലോട്ട് ഡിസൈൻ ചെയ്തപ്പോൾ ഇതൊരു റെക്ടാങ്കുലർ, ഒരു ലോങ് റെക്ടാങ്കുലർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് ഓബ്വിയസ്ലി നമ്മളുടെ നാരോയിങ് ഓഫ് ദ ഫ്രണ്ട് ഫസാഡ് ആയിരിക്കും. അഡ്വാൻറ്റേജസ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ ഓൾമോസ്റ്റ് 12 മീറ്റേഴ്സോളം നമുക്ക് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. നോർമലി നമുക്ക് വീട്ടിൽ 12 സെൻറ്റിൽ 4500 കെട്ടുമ്പോൾ 12 മീറ്റർ ഫ്രണ്ടേജ് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതിനെ മാക്സിമം നമ്മളത് ഓപ്പൺ ആയിട്ട് തന്നെ വെക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുമുണ്ട്. അതിൻ്റെ അകത്ത് ഡ്രൈവ് വേ ഒരു മിനിമൈസ് ചെയ്തിട്ട് ബാക്കി ലാൻഡ്സ്കേപ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർ പോർച്ച് വന്നിട്ടുണ്ട്. ഞാനിത് കണ്ടപ്പോൾ തന്നെ സാധാരണ എല്ലാവരും കാർ പോർച്ചിൻ്റെ തൂണുകൾ കൊടുക്കുന്ന രണ്ടിടത്തും സ്ക്വയർ ട്യൂബ്സ് തന്നെ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഒരു ഭാഗത്ത് ഒരു കോൺക്രീറ്റ് RCC സ്പേസും കൊടുത്തു. എന്തായിരുന്നു ഇങ്ങനൊരു ഡിസൈൻ തീം വന്നപ്പോൾ ചെയ്ത ഒരു കാര്യം? നമ്മുടെ ഫസാഡ് ഷോർട്ടർ ആയതുകൊണ്ട് ഫർദർ ഒരു പോർച്ച് നമ്മളിവിടെ ഫ്രണ്ടിലോട്ട് കൊടുക്കുമ്പോൾ ഒരു 2 ചലഞ്ചസ് വന്നത്, ഒരു സോളിഡ് ആയിട്ടുള്ള പോർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നാരോ ഡൗൺ ടു ഒരു സ്മോളർ വിഡ്ത്തായിട്ട് നമുക്ക് ഫസാഡ് വരും. അതേസമയം ഒരു ലൈറ്റർ സ്ട്രക്ചർ നമ്മൾ കൊടുക്കുമ്പോൾ മെയിൻ ബിൽഡിങ്ങിൻ്റെ ആയിട്ടുള്ള ഒരു യൂണിറ്റി ഇല്ലാതെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഷെഡിൻ്റെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഒരു പാർട്ട് സോളിഡ് പാർട്ട് ലൈറ്റർ. പക്ഷെ അത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് അടിപൊളി ഒരു ആർക്കിടെക്ചർ എലമെന്റ് ആണ്. ഇത് വളരെ എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാവുന്ന വളരെ മനോഹരമായ ഒരു സംഭവമാണ്. മുകളിൽ സ്ട്രക്ചറിലാണ് കൊടുത്തിരിക്കുന്നത്, മുകളിൽ റൂഫിംഗ് ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? മുകളിൽ റൂഫിംഗ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, താഴെ സോഫിറ്റ് സീലിംഗ് കൊടുത്തിട്ടുണ്ട്, വുഡ് ഫിനിഷ്. പിന്നെ നമ്മളുടെ ഈ കോമ്പൗണ്ട് വാൾസ് എല്ലാം ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഈ സ്ഥലത്തിന്റെ ഒരു പ്രോബ്ലം വെച്ചിട്ടാണ് ആ ഒരു പ്രൈവസി അല്ലേ? ഇത് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ടൗണിലെ ഏറ്റവും മോസ്റ്റ് ഹെവിലി ട്രാഫിക് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ഒരു വീടെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്രൈവറ്റ് സ്പേസാണ്. അപ്പോൾ ആ പ്രൈവറ്റ് ഒരു ഒയാസിസ് കിട്ടാൻ വേണ്ടി നമ്മൾ വിഷ്വൽ ബാരിയർ വഴിയാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് വാളിനെ നമുക്ക് കൊടുക്കാൻ. പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതെ. അതിൽ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ത് മെറ്റീരിയലാണ്? അത് HDL ആണ്, ഹൈ ഡെൻസിറ്റി ലാമിനേറ്റ് ബോർഡ്സ് ആണ്. അതെ. അതെ. പക്ഷേ CNC കട്ട് ചെയ്തിട്ട് അതിന്റെ ആ ഒരു അതൊരു ഹെറിംഗ് ബോൺ പാറ്റേണിൽ നമ്മൾ കട്ട് ചെയ്ത് റിവെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു സാധനം വെച്ചാൽ ഈ കിണറാണ്. ഈ കിണർ അങ്ങനെ തന്നെ നിലനിർത്തി അല്ലേ? ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കിണറാണ്. ഇത് മാത്രമല്ല നമ്മുടെ ഒരു ക്ലീൻ വാട്ടർ സോഴ്സ് ആണ്. ഇവിടെ ട്യൂബ്വെല്ല് നല്ലത് കിട്ടത്തില്ല, നല്ല വെള്ളം കിട്ടില്ല. അപ്പം എന്താ പറയുക, പ്രിസർവിങ് ദ വെൽ വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദ ഹൗസ്.
അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു സ്കൾപ്ചറൽ എലിമെൻ്റ് ആയിട്ട് ലാൻഡ്സ്കേപ്പിൽ നമ്മളങ്ങ് കൺവേർട്ട് ചെയ്യുക ചെയ്ത് വിത്ത് ദ യൂസ് ഓഫ് ദീസ് സ്റ്റോൺ ബെഞ്ചസ്. അല്ല അതിപ്പോൾ വെച്ചപ്പോഴത്തേക്ക് അതിന് വേറൊരു ആംബിയൻസ് തന്നെയായി. അതെ അതെ അതെ, ലാൻഡ്സ്കേപ്പിന്റെ പാർട്ടായി മാറി. ലാൻഡ്സ്കേപ്പിൻ്റെ പാർട്ടായിട്ട് അങ്ങ് നമ്മൾ മാറ്റി. ഇനി അടുത്തത് പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ വാട്ടർ ബോഡിയാണ്. ഈ വാട്ടർ ബോഡി ഇത് മസ്റ്റ് ആയിരുന്നു, ക്ലയന്റ് റിക്വയർമെന്റ് തന്നെ ആയിരുന്നു അതോ ക്ലയന്റിന് ഈ ഒരു ആകെ നമുക്കൊരു ഓപ്പൺ സ്പേസ് കിട്ടുന്നത് ഈ ഒരു ഫ്രണ്ടിലാണ്. അപ്പോൾ അതിനെ ഇത്രയും നന്നായിട്ട് എൻഹാൻസ്ഡ് ആവുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രയോറിറ്റീസിലൊന്നായിരുന്നു. അപ്പോൾ നമുക്ക് പോർച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ലോണും ഈ ഒരു വെല്ലും ഈ ഒരു ലാൻഡ്സ്കേപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വാട്ടർ വെച്ചിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റ് എംബലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ചെയ്തത്. അത് പക്ഷേ ഇതെല്ലാം കൂടി ഇപ്പോൾ ഒരു വീടിന് ആൾക്കാരുടെ റിക്വയർമെന്റ് വരുന്ന ആദ്യമേ ആവശ്യം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലാൻഡ്സ്കേപ്പിന്റെ ഫ്രണ്ട് സൈഡിൽ വന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് പറയാനുള്ളത് ഇതിന്റെ ഒരു വൈഡർ സീറ്റ് ഔട്ട് ആണ്. അതെ, അപ്പോൾ ഇതിന്റെ ലെങ്തി ആണ് പ്രോപ്പർട്ടി. 12 സെന്റ് ആണ് പ്രോപ്പർട്ടി. അതെ, 4500 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ ടോട്ടൽ ഏരിയ. അതെ. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഇതിന്റെ എലിവേഷൻ എന്ന് പറയുന്നത് ശരിക്കും നാനോ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ആ നാനോ ആയതുകൊണ്ട് ആ എലിവേഷനെ കറക്റ്റായിട്ട് ബൂം ചെയ്യിക്കാനായിട്ടുള്ള ആ ഒരു പ്രത്യേകതയായിരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ നമ്മൾ വലിയൊരു വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു ബഫർ സ്പേസ് വേണമല്ലോ. ഇത് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ നിന്ന് ഇൻറ്റീരിയറിലോട്ട് പോകുന്ന ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസ് ആയിട്ടാണ് നമ്മുടെ കേരളത്തിലെല്ലാം നമ്മൾ സിറ്റ് ഔട്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ വലിയ വീടിനോട്ട് കയറുമ്പോൾ ഒരു ബിഗർ ആയിട്ടുള്ള ഒരു ബഫർ സ്പേസ് ആയിട്ട് നമുക്ക് കൊടുക്കണമെന്നതിൻ്റെ ആവശ്യം വന്നതുകൊണ്ടാണ് ഏകദേശം ഒരു റൂമിൻ്റെയോളം സൈസുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ഈ ഒരു സിറ്റ് ഔട്ട് നമുക്ക് ഒരുപാട് പേർക്ക് ഒരു സമയത്ത് ഇരുന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ പ്രകൃതി ഗ്യാതറിങ്ങും ഈ ഒരു ലാൻഡ്സ്കേപ്പ് എൻജോയ് ചെയ്യാനും നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സിറ്റിംഗ് സ്പേസ് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഷൂ റാക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എടുത്ത് പറയേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പർഗോള സംഭവമാണ്. ഇത് നോർമലി ഓപ്പൺ ആയിട്ട് കൊടുക്കാതെ ഇങ്ങനെ കട്ടിങ്സ് കൊടുത്തപ്പോൾ അതിന്റെ ബ്യൂട്ടി കൂടി. അതെ, ശരിക്കും എല്ലാവരും ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ട് മുകളിൽ ഗ്ലാസ് ഇടുന്നത്. ഇങ്ങനൊരു എലമെന്റ് വന്നത് ഭയങ്കര മനോഹരമായി. ഇതെന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇവിടുത്തെ ഒരു തോട്ട് പ്രോസസ്? ഇവിടെ നമ്മളിപ്പം ഒബ്വിയസ്ലി നമുക്ക് ഷെയ്ഡിങ് വളരെ ആവശ്യമാണ് നമ്മുടെ മഴയ്ക്കും നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച്. പക്ഷേ എന്നാൽ നമുക്ക് സിറ്റ് ഔട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്കൈ ആകാശം കാണുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹവുമാണ്. ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഗ്ലാസ് ഉപയോഗിച്ച് ഷെയ്ഡിങ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഷെയ്ഡ് ഫ്രം ദ റെയിൻസ് സ്പെസിഫിക്കലി. അതൊരു ഭംഗിയായി, വളരെ ബ്യൂട്ടിഫുൾ ആയി. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഈ പോർഷൻ്റെ ഈ വലിയ ഒരു ഏരിയ അവിടുന്ന് നമ്മൾ അകത്തേക്ക് കടക്കാനായിട്ട് പോകുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ജോയിനറി, അതായത് എൻട്രൻസ് ഡോർ കൊടുത്തിരിക്കുന്നത്. ഈ ഡോർസിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു, ഗോൾഡൻ കളർ സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു വാതിൽ കൊടുത്തിരിക്കുന്നു. ഇത് തേക്കൂട്ടാണല്ലോ അല്ലേ? തേക്കൂട്ടാണ്. ഫുള്ളി തേക്കൂട്ട് വെച്ചിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത്? ഫുൾ തേക്കൂട്ടാണ്. ഫുൾ തേക്കൂട്ട് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ സ്പേസ്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ കാര്യം വരുന്ന ആളിനെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു സ്പേസ്. ഇതുപോലൊരു വലിയ വീടിന് അതിന് അനുസൃതമായിട്ടുള്ളൊരു വാതിൽ നമുക്ക് കൊടുക്കണമായിരുന്നു. അന്നേരം അതിൻ്റെ അകത്ത് ഒരു വാതിൽ എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് സ്പേസിൻ്റെ ഒരു ഫീൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഗ്ലേസ്ഡ് വിൻഡോസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിനെ ഒരു മോർ ആൻഡ് ഓപ്പൺ എൻട്രി പോയിന്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ വിശേഷങ്ങളാണ്. ഭയങ്കര അടിപൊളി ആംബിയൻസ് ഉള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വീട്. എന്തായിരുന്നു ഇവിടെ ഈ ലിവിങ് സ്പേസ്? ഇതൊരു ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. അതിനോട് കണക്റ്റഡ് ആയിട്ടൊരു കോർട്ട്യാർഡ് ഉണ്ട്. പിന്നെ കോർട്ട്യാർഡ് പുറത്തോട്ടുള്ള ഓപ്പണിംഗ് വേറൊരു പാറ്റിയോ ഉണ്ട്. അത് ഫാമിലി ലിവിംഗുമായിട്ട് കണക്റ്റഡ്. അപ്പം എന്തായിരുന്നു ഇവിടുത്തെ ഒരു ഇൻവോൾവ്മെന്റ്? ഈ വീടിൻ്റെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഈ റൂംസിലല്ല, ഈ ഒരു കോറിഡോറിലാണ്. അപ്പോൾ ഒരു സെൻട്രൽ ഒരു കോറിഡോറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. എസ്പെഷ്യലി ഇതുപോലുള്ള ഒരു ലോങ് വീട് വരുമ്പോഴത്തേക്ക് മൂവ്മെൻറ്റ് പാത്തുകൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സ്പേസ്, യൂസബിൾ സ്പേസ് നമുക്ക് നല്ല ക്ലട്ടർ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ ഒരു സെൻട്രൽ കോറിഡോർ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ ഓരോ സ്ഥലത്ത് നമ്മുടെ വീട്ടിലോട്ട് കയറുമ്പോഴുള്ള കാഴ്ചകൾ ഓരോ സ്ഥലത്തായിട്ട് ഓരോ സ്പേസസും കാഴ്ചകളുമായിട്ട് നമ്മൾ അടുക്കി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ നമ്മുടെ ഡ്രോയിങ് റൂമും അതിനോട് ചേർന്ന് അടുത്ത കാഴ്ചയായിട്ട് നമ്മുടെ ഒരു കോർട്ട്യാർഡും അതിനോട് മുകളിൽ തന്നെ ഒരു സെക്കൻഡ് ലെവലിലുള്ള സിറ്റിംഗ് സ്പേസും എല്ലാം നമ്മുടെ
ഇതിനോടുള്ള വീടിനകത്തോട്ട് കയറുമ്പോൾ നമ്മൾ കാണുന്ന ഒരു എക്സ്പീരിയൻസിനെ എംബലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തതാണ്. ഇവിടെ നമ്മൾ ഡബിൾ ഹൈറ്റ് സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ പെർഗോളാസ് കൊടുത്തിട്ട് മുകളിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടിടത്തും വിൻഡോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ എലമെന്റ്സ് വെച്ച് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻഡോസ് എല്ലാം അലുമിനിയം വിൻഡോസ് അല്ലേ, UPVC വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഫർണിച്ചർ ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ തന്നെ കസ്റ്റം ഡിസൈൻഡ് കസ്റ്റം മെയ്ഡ് ആണ്. അതെ അതെ, അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് എന്ത് ടൈപ്പ് ക്ലാഡിംഗ് സ്റ്റോൺ ആണ്? ഇത് ഫുള്ളി ക്ലാഡിംഗ് ആണ് അല്ലേ? ഇത് ക്ലാഡിംഗ് ടൈൽസ് ആണ്. അതെ അതെ, ഇത് ചെറിയ ചെറിയ സ്റ്റോൺസ്, ലൈം സ്റ്റോണും തന്തൂർ സ്റ്റോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു ക്ലാഡിംഗ് ടൈലാണ്. ഇതിന്റെ ഒരു ഫോക്കൽ പോയിന്റ് എപ്പോഴും ഇങ്ങോട്ട് തന്നെ വരത്തുള്ളൂ. അവിടെ ഇരിക്കുന്ന ആ ഒരു അതെ അതെ അതെ, ആ ഫോക്കൽ പോയിന്റിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ ആ ഒരു സ്പേസ്, ഈ ഒരു സ്പേസ് കുറച്ചുകൂടെ ഒരു ബിഗർ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ പെയിന്റ് കോട്ടിങ്സ് എല്ലാം ടെക്സ്ചേർഡ് ആണ്. അതെ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാനുണ്ടായ ഒരു കാരണം? ടെക്സ്ചേർഡ് ഇപ്പോൾ നമ്മൾക്ക് ഇൻസൈഡിൽ പല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, മെറ്റീരിയൽസിലും ഉണ്ട്. പല മെറ്റീരിയൽസും നമ്മൾ പല സമയത്ത് ഇപ്പോൾ വുഡുണ്ട്, ടൈലുണ്ട്, വാളിൽ പെയിന്റ് ഉണ്ട്, ഈ ടെക്സ്ചർ ഉണ്ട്, ഈ സ്റ്റോൺ ഉണ്ട്. അപ്പം മോർ ആൻഡ് മോർ മെറ്റീരിയൽസിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഒരു യൂണിയൻ ഓഫ് മെനി മെറ്റീരിയൽസ് ആയിട്ട് നമുക്കിതിനെ ഈ ഒരു സ്പേസിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് അടുത്ത എൻ്റെ ഫാമിലി ലിവിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫാമിലി ലിവിങ് സ്പേസ്. അതിനോട് ചേർന്നിട്ട് TV യൂണിറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ചാർക്കോൾ പാനലാണ്. അതെ അതെ, ചാർക്കോൾ പാനലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ എല്ലാം WPC കൊടുക്കുന്നതിന് പകരം ചാർക്കോൾ പാനൽസ് തന്നെ കൊടുത്തു. പിന്നെ താഴെ എല്ലാം പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ. അതെ അതെ അതെ, അതെല്ലാം മാറ്റ് ഫിനിഷ് ആണ്, സാറ്റിൻ ഫിനിഷ് ആണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു കോർണർ സോഫ ഫുള്ളി കണക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് ഇത് എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്? ഈ സാധനം ഇത് PVC ലാമിനേറ്റ് ആണ്. ഇത് PVC ലാമിനേഷൻ ആണ്. അപ്പോൾ സാധാരണ നമ്മൾ പ്ലൈവുഡ് മൈക്ക ലാമിനേഷന് പകരമാണ് PVC ലാമിനേഷൻ. ഇത് റെഡിമെയ്ഡ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നത്. ഇത് നമുക്ക് റെഡിമെയ്ഡ് ആണ്. ഇത് ബെൻഡബിൾ ആയതുകൊണ്ടാണ് നമ്മളിത് കൊടുത്തത്. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെൻഡ് ചെയ്ത് നമുക്ക് ഒരു സോളിഡ് പീസ് ആയിട്ട് നമുക്കൊരു ഫീൽ കിട്ടും. ആ ഒരു ഫീൽ കിട്ടും. പിന്നെ ബാക്കിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം കളർ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് കളറാണ്. അതെ, ഈ മാറ്റ് ആയാലും ഗ്ലോസി ആയാലും എല്ലാം വൈറ്റ് കളർ ചൂസിങ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ പാറ്റിയോ സ്പേസ് ഇതിനോട് ചേർന്നിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള പാറ്റിയോ സ്പേസ്. കാറ്റും വെളിച്ചവും, ഫാമിലിക്ക് ഇരിക്കാം, കുട്ടികളുമായിട്ടിരുന്ന് എൻജോയ് ചെയ്യാം. ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫാമിലി സ്പേസ് മാത്രമാണ്. കാരണം ഡ്രോയിങ് റൂം വളരെ ഫ്രണ്ടിലായതുകൊണ്ട് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് ആൻഡ് ഡൈനിങ് സ്പേസ് ആണ്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമ്മൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് കൂടെയായിരുന്നു. ഈ ഫാമിലി ലിവിങ്ങിൽ ഇരിക്കുന്ന ആളുകൾക്കും ഇവിടെ ഇരിക്കുന്ന ആളുകളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും TV കാണാനും എല്ലാം പറ്റുന്ന ഒരു ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കണക്ടിവിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്പേസിലൂടെ കൊടുക്കുന്നത്. മാത്രമല്ല ഇത് നമ്മുടെ ഈസ്റ്റ് സൈഡിലായതുകൊണ്ട് നല്ല ലൈറ്റിങ്ങും വെന്റിലേഷനും എല്ലാം വലിയൊരു റൂമിലോട്ട് ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഈ ഡിസൈൻ അസാധ്യ ഡിസൈനാണ്. സാധാരണ എല്ലാവരും സിമ്പിളായിട്ട് കൊടുക്കുന്നതിന് പകരം അതിനെ ഒന്ന് റീതിങ്ക് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. 150 ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 150 ട്യൂബും മുകളിൽ ടഫൻ ഗ്ലാസ്. അതെ. പിന്നെ ഈ പറയുന്നത് നമ്മുടെ ഫ്രണ്ടിലെ HPL ഷീറ്റ്, HPL ഷീറ്റ് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നു. വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. നമ്മൾ മേളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ സ്കൈനെ പല സ്പേസസിലൂടെ നമ്മൾ കാണുകയാണ്. അതാ പറഞ്ഞ മുകളിലേക്ക് നോക്കുമ്പോൾ ഇത് സാധാരണ എല്ലാവരും ഈ ഭാഗങ്ങളിലൊക്കെ കുറവ് വരുത്താറാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോകുന്ന ഒരു നിലപാടാണ് കാണുന്നത്. പക്ഷെ അവിടെ പോലും ഇദ്ദേഹം ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ഈ സംഭവം. അപ്പോൾ ഇനി ഇതിന്റെ ഡൈനിങ് സ്പേസ് ആണ്. ഈ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഒരു വലിയ ചോദ്യം സാറിനോട് ചോദിക്കാനുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ടുള്ള വാഷ് കൗണ്ടർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. അതെ, എന്തായിരുന്നു അതിന്റെ കാരണം? നമ്മൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു ചെറിയൊരു കബി ഹോളിൻ്റെ അകത്താണ് നമ്മൾ ഡൈനിങ് വാഷ് ബേസിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാളിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി, ഒരു യൂണിറ്റി അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് ഒരു വാളിൻ്റെ അകത്ത് തന്നെ സെപ്പറേറ്റ് ഒരു ക്യാബിനായിട്ട് നമ്മൾ ഡൈനിങ് സ്പേസ് അങ്ങ് കൊടുത്താൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ആംബിയൻസ് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇത് കൊടുത്തത്. അത് സത്യമാണ് കാര്യം. ഇത് ഇദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതുമായിട്ടുള്ള കണക്ടിവിറ്റി ഈ വാഷ് കൗണ്ടറിന് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനൊരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനെ ഇങ്ങനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള
ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ കുറച്ച് എന്താ പറയാ ഹോം ഡെക്കോർ പ്രൊഡക്ട്സ് ഒക്കെ അതിനെ വളരെ ഭംഗിയാക്കി വളരെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും. വാളിനെ ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റും. അത് വളരെ കിടക്കാച്ചി ഒരു ഐഡിയ ആണ് കേട്ടോ. എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഐഡിയ ആണ്. പിന്നെ ഇത് കൊടുത്തിരിക്കുന്ന ഈ വോൾ കൊടുത്തിരിക്കുന്നത് എന്ത് പറ്റിയില്ലാണ്? ഈ ഒരു ഫ്ലൂട്ടഡ് WPC പാനൽസ് ആണ്, PU ഫിനിഷ്ഡ് ആണ്. PU ഫിനിഷ് WPC പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ ആണ്. ഇതിന്റെ വുഡൊക്കെ ടീക്ക് വുഡ് വെച്ചിട്ട് തന്നെയാണ്. അതെ അതെ. ഇടയ്ക്ക് ഒരു ഗ്രാനൈറ്റിന്റെ പീസ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ സീലിംഗ്സ് എല്ലാം തന്നെ ജിപ്സം സീലിംഗ് ആണ്. അതെ, ജിപ്സം സീലിംഗ് ആണ്. മുകളിൽ കുറച്ച് PVC സീലിംഗും ഉണ്ട് മുകളിൽ. അപ്പൊ അത് നമുക്ക് അവിടെ പോകുമ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് ഇവിടെ അതിന്റെ ക്രോക്കറി ഒക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ്, അത് വളരെ മനോഹരമായിട്ട് തന്നെ അതിന്റെ ഒരു സ്പോട്ട് പോയിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇനിയും അടുത്തതാണ് ഈ വീടിന്റെ ഹൃദയഭാഗം, അതായത് കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൺ വളരെ ചെറിയ കിച്ചണാണ്. അതെ, ഒത്തിരി വലിയ കിച്ചൺ ഒന്നുമല്ല. ഈ വലിയ വീടിന് കുഞ്ഞു കിച്ചണാണ്. അതെ, ഞാൻ എന്റെ വീടുകളിലെല്ലാം പറയുന്നതാണ് കിച്ചൺ ചെറുതാണ്. അതിവിടെ അക്ഷരാർത്ഥത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ എല്ലാ അപ്ലയൻസസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതെ. ഈ വീട് വെക്കുന്നതിന് മുന്നേ, ഡിസൈൻ ആസ്പെക്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു വീട്ടുകാരൻ ആ വീടിന് വേണ്ട ഹോം അപ്ലയൻസസ് ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡെഫിനറ്റ്ലി. നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ഇതെല്ലാം തീരുമാനിച്ചു വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് ഓരോ പോയിന്റിലും എവിടെയൊക്കെ വെക്കണം എന്നുള്ളത് ഇതിന്റെ കല്ലിടുന്നതിന് മുമ്പ് തീരുമാനിച്ച കാര്യങ്ങളാണ്. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് രണ്ടാമത് വിളിക്കേണ്ടി വരികയും അഡീഷണൽ ചെലവ് കൂടാതെ ഈ കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത്. എക്സാക്ട്ലി. ഇത് എല്ലാവരും ചെയ്യുന്നത് ലാസ്റ്റ് ഒരാഴ്ച മുന്നേ, വീടിന്റെ പാലാഴ്ച ഒരാഴ്ച മുന്നേ ആണ് പോയി നമ്മുടെ അപ്ലയൻസസ് ചൂസ് ചെയ്യുന്നത്. കിച്ചൺ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് മൊത്തത്തിലുള്ള വീടിന്റെ പ്ലാനിങ്ങിൽ. അത് എത്രയും നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എത്രത്തോളം ഇതിനകത്ത് ഓരോ കാര്യങ്ങളും, ഒരു ഡ്രോയറിൽ 65 കിലോ കപ്പാസിറ്റിയുള്ള ഡ്രോയർ, ഒരു ചാക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചാലും അടച്ചു വെച്ചാൽ അതിനകത്ത് ഇരിക്കും. ആ ഒരു സ്ഥലം കുറവാണെങ്കിലും വളരെ മനോഹരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. ശരിക്കും ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള, ഏറ്റവും യൂട്ടിലിറ്റി ആയിട്ട് എനിക്ക് തോന്നി സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഇതിനെ വളരെ യൂസ്ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്തു. സാധാരണ എല്ലാവരും ഷോ പോലെ എല്ലാ വീടിലും ഓപ്പൺ സ്പേസ്, അതിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറഞ്ഞ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ ശരിക്കും ഇത് ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വന്നിരിക്കുന്നു. എന്തായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം? കിച്ചൺ ഡിസൈൻ ഒരു ഫങ്ഷണൽ ആസ്പെക്ട്സ് നോക്കിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എസ്തെറ്റിക്സിന് അപ്പുറം ഇതിൻ്റെ ഫങ്ഷനാലിറ്റി, നമ്മൾ കൈ എത്തുന്ന സ്ഥലത്ത് ഇതെല്ലാം കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറേജ് ആയിരിക്കും, ഒരു സൈഡിൽ അതിൻ്റെ കുക്കിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റി ആയിരിക്കും, ഒരു സൈഡിൽ അതിൻ്റെ വാഷിങ്, ഒരു സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അതായത് സ്മോൾ ഈറ്റ്സിന് വെക്കാനും മറ്റ് ആക്ടിവിറ്റീസിനുള്ളൊരു സ്പേസ്. ഇത് പ്രത്യേകം സോൺ ചെയ്ത് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു ലോങ് ടേമിൽ ഇത് യൂസ് നടക്കുമ്പോൾ ഇതിൻ്റെ വീട്ടിലെ സ്ത്രീകൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ അതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആ രീതിക്കാണ് അതിനെ വന്നിരിക്കുന്നത്. അതെ അതെ. പിന്നെ ഇത് വർക്ക് ഏരിയ കിച്ചൺ, അതും വളരെ ശരിയാ. അവരുടെ യൂട്ടിലിറ്റി സ്പേസും ഇതും രണ്ടും തന്നെ വളരെ കണക്റ്റഡ് ആണ്. അതെ അതെ. പിന്നെ ഒരു 7 റൂം കൊടുത്തിട്ടുണ്ട്. 7 റൂം ടോയ്ലറ്റ്, മെയ്ഡ് റൂം ടോയ്ലറ്റ്, ലോണ്ടറി റൂം, സ്റ്റോർ, എല്ലാം ഈ ഒരു കോറിഡോർ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോറിഡോർ കോൺസെപ്റ്റ് ഇല്ലേ, ഇവിടം മുതൽ വീടിൻ്റെ ഫ്രണ്ട് വരെ ഒരു കോറിഡോർ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തു. ആ കോറിഡോറിൻ്റെ 2 സൈഡിലായിട്ടാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് മൊത്തം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വന്നത്. മാസ്റ്റർ ബെഡ്റൂം ഇത്രയും കിടക്കാച്ചി പ്ലാനുകളൊക്കെ വന്നപ്പോൾ എങ്ങനെയായിരിക്കും മാസ്റ്റർ ബെഡ്റൂം? ഭയങ്കര റിച്ച് സാധനമായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂമിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലയൻറ്റിന് ഒത്തിരി വലിയൊരു ബെഡ്റൂം ആവശ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ചെറിയ ബെഡ്റൂം അല്ല ഇത് ആക്ച്വലി ഒരു 4.5x4 മീറ്ററിന്റെ ബെഡ്റൂമാണ്. നോർമൽ ബെഡ്റൂം സൈസാണ്. അതിനോടൊപ്പം ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്, ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്, ഒരു മസാജ് ചെയർ ഉണ്ട്, ഒരു ടി വി പാനലും ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിനോട് ചേർന്നിട്ടാണ് ഇതിന്റെ ബാത്റൂം സ്പേസ് വരുന്നത്. അതെ, ബാത്റൂം ഇപ്പൊ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ വാർഡ്രോബ്, ഒരു വലിയ വാർഡ്രോബ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെ ബാത്റൂം. അതെ, ബാത്റൂം എന്ന് പറയുന്നത് ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി എല്ലാ ബാത്റൂംസും അതുപോലെ തന്നെ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടൈലിന്റെ പാറ്റേൺസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ മുകളിലായാലും താഴെ ആയാലും കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു കണക്ടിവിറ്റി. ഇവിടെ ഈ വാർഡ്രോബ് സ്പേസ് മുതൽ ഉടൻ പ്ലാങ്ക് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ എന്താണ് മറ്റേ അവിടെ കൊടുത്ത പോലെ തന്നെ വലിയ ടൈൽസ്, സാധാരണ എല്ലാവരും 6x4-ന്റെയും 4x2-ന്റെയും ഒക്കെ ടൈൽ കൊടുക്കുന്നതിന് പകരം ഈ പ്ലാങ്ക് ടൈൽസ് ചൂസ് ചെയ്യാണ്ടായ കാരണം എന്താ?
ഇതിൻ്റെ വാൾസിൽ നമ്മൾ വലിയ ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലാണ് നമ്മൾ ആ വുഡൻ പ്ലാങ്ക്സ് ടൈൽസ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതേ ടൈലിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് മുകളിൽ ഒരു പാറ്റേൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഒരു വാൾ മൗണ്ടഡ് ക്ലോസറ്റ്സും അതുപോലെ തന്നെ വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. എല്ലാം ടോട്ടോയുടെ പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത്. അതെ ടോട്ടോയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് പോകേണ്ടത്. അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുമ്പോൾ ഇത് റെയിൽസ് കൊടുത്തിരിക്കുന്നത് സ്ട്രക്ചർ റെയിലാണ് അല്ലേ? അതെ. ഇത് ഇവിടെ സ്ട്രിങ്സ് കൊടുത്തിരിക്കുന്നത്, സ്റ്റീൽ സ്ട്രിങ്സ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റീൽ സ്ട്രിങ്സിലാണോ ഇതിന്റെ സ്റ്റീൽ റോപ്പാണ്, അതിലാണോ വെയിറ്റ് നിൽക്കുന്നത്? അല്ലല്ല, അതൊരു ഇതൊരു ഡെക്കറേറ്റീവ് എലമെന്റ് ആണ്. അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഗ്ലാസിന്റെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്ത് മെറ്റീരിയലാണ് ഈ ഗോൾഡൻ കളർ? ഇത് PVD കോട്ടഡ് സ്റ്റീലാണ്. PVD കോട്ടഡ് സ്റ്റീലാണ്. അതെ, അതായത് നോർമൽ 304 സ്റ്റീലിൽ PVD കോട്ട് ചെയ്തേക്കാണ്. പിന്നെ നമ്മൾ കയറി വരുന്ന ഈ പോയിന്റ് റൈറ്റ് സൈഡിൽ തന്നെ അവരുടെ പ്രയർ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലാൻഡിംഗ് സ്പോട്ട് കൊടുത്തിരിക്കുന്നു. അതെ, ഈ ലാൻഡിംഗ് സ്പോട്ടിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറാനുള്ള ആ ഒരു ഫീൽ ഇവിടെ വന്നിട്ടാണ് കണക്ട് ആവുന്നത്. അതെ അതെ. പിന്നെ ഈ സ്ട്രിങ്സ് കൊടുത്തിരിക്കുന്നത് ഇത് ഫുള്ളി താഴെയും മുകളിലും കൊടുത്തിട്ടുണ്ട്. അതെ, അതപ്പോൾ ഹാൻഡ് റെയിൽസിന്റെ ആ ഒരു ഭാഗത്തിന് ഭയങ്കരമായിട്ട് സൂപ്പർ ആക്കി മാറ്റാനായിട്ട് ഈ സാധനത്തിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വന്നു. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നൊന്നും വലിയൊരു ഏരിയ ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ? അപ്പർ ലിവിംഗ് സ്പേസ് താഴത്തെ ആ ഒരു കോറിഡോറിൻ്റെ കോൺസെപ്റ്റിൻ്റെ കോണ്ടിന്യൂറ്റി തന്നെയാണ്. ഒരു ലോങ് കോറിഡോർ, ആ ഒരു കോറിഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റീസും സ്പേസസ് എല്ലാം നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലുള്ള രണ്ട് റൂംസ്, ഒരു മകൻ്റെ ഒരു ബെഡ്റൂമും ഉണ്ട്, മകളുടെ ബെഡ്റൂമും ഉണ്ട്. ഒരു മോനും ഒരു മോളുമാണ്. റൂഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോൾ VGCB എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പണിയിട്ടു. ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡുകളോടൊപ്പം VGCB ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 35 വർഷങ്ങളായി. ഒറിജിനലെ ഇവിടെ കിട്ടും. ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGCB കായംകുളം. ഇതിപ്പം ഇവരുടെ മകന്റെ റൂമാണല്ലേ? മകന്റെ ബെഡ്റൂമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മകന്റെ ബെഡ്റൂം ഇതേപോലുള്ള ആ ഒരു സെയിം ആംബിയൻസ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ബ്ലാക്ക് തീമിൽ, ഒരു ഡാർക്ക് തീമിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായിരുന്നു മകന്റെ ആഗ്രഹം, അതായിരുന്നു. അവരുടെ ഇഷ്ടത്തിനാണ് ഇതിന്റെ തീം എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സ് ഒക്കെ തന്നെ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. അതെ, ഡിസൈൻ ഇതെല്ലാം ചാർക്കോൾ പാനൽ. അതെ അതെ, ചാർക്കോൾ പാനൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഈ കോറിഡോർ, ഈ പറയുന്ന സ്പേസ് താഴത്തെ പോലെ തന്നെ മുകളിൽ ആ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ അപ്പർ ലിവിംഗ് സ്പേസിന്റെ ആ ഒരു സ്പേസ് കുറച്ച, കാരണം ഇവർക്ക് ഇരിക്കണമെങ്കിൽ താഴെ ഇരിക്കാനുള്ള സ്പേസ് ഓൾറെഡി ഉണ്ട്. താഴത്തെ ആ ഒരു കോൺസെപ്റ്റ് പോലെ തന്നെ ആ കോറിഡോർ കോൺസെപ്റ്റ് മുകളിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം താഴത്തെ അതേ കോട്ടിയാട് നമുക്ക് മുകളിലും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സ്ഥലത്ത് ഇത് കണക്റ്റഡ് ആയിട്ട് ഒരു ഓപ്പൺ സ്പേസ് ആണ്, മൾട്ടിപ്പിൾ ലെവൽസിലുള്ള ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്ക്. അതെ, വളരെ വലിയൊരു വോളിയം നമുക്ക് ഓപ്പൺ സ്പേസ് ആയിട്ട് കിട്ടും. ഇത് മകളുടെ റൂം. ഇതൊരു വൈറ്റ് തീമിലാണ്, കാരണം മകളുടെ താല്പര്യം അനുസരിച്ചാണ് വൈറ്റ് തീമിൽ വൈറ്റ്. രണ്ട് റൂംസിനും നമ്മൾ ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് റൂംസിനും ബാൽക്കണി ഉണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വാക്ക് വേ ഒരു കോറിഡോർ സ്പേസ്. അപ്പൊ ഇനി ഇതിന്റെ അടുത്ത ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫിറ്റ്നസ് സ്പോട്ടാണ്. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഒരു ജിമ്മിന്റെ അതേ ആംബിയൻസിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, ജിമ്മിന്റെ അതേ ആംബിയൻസിൽ തന്നെ ഒരു ജിം എങ്ങനെയാണോ വർക്ക് ചെയ്യേണ്ടത് അതേ മോഡൽ തന്നെ കറക്റ്റ് ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ബോഡി ഫിറ്റ്നസ് തന്നെയാണ്. കാര്യം പ്രായം കൂടുന്നതോറും ഫിറ്റ്നസ് ആവശ്യമാണ്. ഇതിൻ്റെ ഈ ഫാമിലിക്ക് അവർക്ക് ഫിറ്റ്നസ്സിൽ വളരെ കൺസേൺഡ് ആണ്. അപ്പോൾ അവർക്ക് ജിമ്മ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് നമ്മുടെ എൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് പറഞ്ഞത്. അതൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ജിമ്മ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ശരിക്കും എത്ര ബെഡ്റൂംസ് ആണ് നമ്മുടെ വീടിനുള്ളത്? ഇതിപ്പോൾ 5 ബെഡ്റൂംസ് ആണ്. 5 ബെഡ്റൂംസ് ആണ്. 5 ബെഡ്റൂമാണ് ഈ 4500. അതെ, 5 ബെഡ്റൂം, ഇത്ര ഓപ്പൺ സ്പേസസും ഉണ്ട്. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോം തിയേറ്റർ ആണ്. അത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഒരു ഹോം തിയേറ്റർ തന്നെയാണ്. അതെ, ഇതിപ്പോൾ 9 സീറ്റർ ഹോം തിയേറ്റർ ആണ്. 4 റിക്ലൈനറും 5 സീറ്റ്സും. ഈ മുകളിലുള്ള ഈ നക്ഷത്രങ്ങൾ എങ്ങനെ വരുത്തിയതാണ്? ഒരു സ്കൈ സീലിംഗ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ഇത് ഈ പറയുന്ന ആർക്കിടെക്ചറൽ, നമ്മൾ ഒരു ആർക്കിടെക്ട് ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഫാൻസി ലൈറ്റ്, ഷാൻഡ്ലിയർ ലൈറ്റ്സ്, ആ സാധനത്തിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ആൾക്കാർ പോയിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം വാങ്ങിച്ചോണ്ടൊന്നും ഇടുക, അങ്ങനല്ല ചെയ്യേണ്ടത് അല്ലേ? ഇലൂമിനേഷൻ ഡിസൈൻ എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു
ഒരു ആസ്പെക്റ്റ് ആണ് ഇലുമിനേഷൻ ഡിസൈൻ. പുറത്തൊക്കെ അത് പ്രൊഫഷണൽസ് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ചെറിയ വീടുകൾക്കൊക്കെ നമ്മൾക്ക് തന്നെ ഒരു ബേസിക് ലെവലിലെ ഇലുമിനേഷൻ ഡിസൈൻ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം വളരെ മനോഹരമായ സംഭവം, അതിമനോഹരമായ ഡിസൈൻ, ഒന്നും തന്നെ പറയാനില്ല. ഇനി നമുക്ക് പാർവതി എന്ന് വിളിച്ചാലോ? പിന്നെന്താ. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു സ്പെഷ്യൽ ആളിപ്പോ ഉണ്ട്, പാർവതി. ആരാണ് പാർവതി എന്ന് പറയാം? പാർവതി എൻ്റെ വൈഫാണ്, സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്, എൻ്റെ കമ്പനിയുടെ ഡയറക്ടറാണ്. ഓക്കെ. ഇതിനകത്തെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും കൂടെ പാട്ടാണ്, വെരി എസെൻഷ്യൽ പാർട്ട്. അതിലുപരി വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോ, അതോടൊന്ന് പറ കേക്കട്ടെ. അത് TKMൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് വിഷ്ണുവായിട്ട്. ഞങ്ങൾ ഒരു ബാച്ച് മേറ്റ്സ് ആണ്. 2004 സിവിലും മെക്കാനിക്കലും ആണ്. ആ ഒരു കണക്ഷൻ ആണ്. ഒന്നും മിണ്ടുന്നില്ലേ? ഈ പ്രൊജക്ടിനെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറയാമോ? ഈ പ്രൊജക്റ്റ് ഡിസൈൻ ആസ്പെക്ട്സിലെല്ലാം ഞാനും ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ഇതിൽ എല്ലാം ഓരോ ചെറിയ എലമെൻസും നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്തതാണ്. അപ്പോൾ എല്ലാത്തിലും എനിക്കും ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇൻറ്റീരിയർ ആണെങ്കിലും ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനിലാണെങ്കിലും ഞാനും ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര സ്പെഷ്യലാണ് ഈ പ്രോജക്റ്റ്. ആ സ്പെഷ്യൽ പ്രോജക്റ്റ് ഹസ്ബൻഡും വൈഫിൻ്റെയും ആ ഒരു കൂടുതൽ ഇഷ്ടം കൂടെ വന്നപ്പോൾ വളരെ മനോഹരമായ ഒരു വീടായി. ചില സമയത്ത് ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് പോരെ, കുറച്ചുകൂടെ ബെറ്റർ ആവണമെന്ന് എൻ്റെ അടുത്ത് പലപ്പോഴും ഉപദേശിക്കുന്ന ആളും കൂടെ. അല്ല, അങ്ങനെയാണല്ലോ, അങ്ങനെ വേണമല്ലോ. അപ്പൊ എല്ലാ രീതിയിലും വളരെ മനോഹരമായ വീട്, ഒരുപാട് പ്രൊജക്ട്സുകൾ ചെയ്യട്ടെ. നമ്മുടെ ഫേമിന്റെ പേരെന്താണ്? ഡിയർ ഹോംസ്. ഡിയർ ഹോംസ്. ഓൾമോസ്റ്റ് ഇപ്പം എത്ര പ്രൊജക്ട്? 20 ഇയേഴ്സിന് മുകളിലായി. 20 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഉണ്ട്. കൊല്ലത്താണ് ബേസ്. അപ്പം ഒരുപാട് നല്ല പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് മനോഹരമായ വീടുകൾ, സ്വപ്ന സുന്ദര മനോഹര ഭവനങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തീർച്ചയായിട്ടും കമൻറ്റ്, നിങ്ങൾ ഇതിൻ്റെ ഓരോ ആസ്പെക്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിനേക്കും നന്ദി, നമസ്കാരം.